السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏതേത് ഘട്ടത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ ത്യാഗനിർഭരമായ അള്ളാഹുവിനു വേണ്ടിയുള്ള അവൻ്റെ ദീനിനു വേണ്ടിയുള്ള ക്ഷമയും സഹനവും നിറഞ്ഞു നിൽക്കുന്ന തുല്യതയില്ലാത്ത ചരിത്രങ്ങളിലൊന്നാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഖുറൈശികളിലെ ഏറെ ഉന്നതമായ തറവാടുകളിലൊന്നായ വംശങ്ങളിലൊന്നായ മഖ്സൂം വംശത്തിൽപ്പെട്ട സഹാബി വനിതയായിരുന്നു. അവരുടെ പിതാവ് അബു ഉമയ്യ ഹുദൈഫ ഇബ്നുൽ മുഗീറ സാദുർ റാകിബ് എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദാരതയും അദ്ദേഹത്തിൻ്റെ ദാനശീലവുമെല്ലാം കൊണ്ട് സാദുർ റാകിബ് എന്നാൽ യാത്ര പോകുന്നവർക്കുള്ള അവരുടെ വിഭവങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോകുന്നവരെ ഒന്നും കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹം സമ്മതിക്കാറില്ലായിരുന്നു. മറിച്ച് വേണ്ടതെല്ലാം അദ്ദേഹം എടുക്കുമായിരുന്നു. ഇങ്ങനെ ജാഹിലിയ്യത്തിൽ തന്നെ വലിയ ഉദാരതക്കറിയപ്പെട്ട ഒരാളായിരുന്നു ഉമ്മു സലമയുടെ പിതാവ്. എല്ലാം കൊണ്ടും അറിയപ്പെട്ട ഉന്നതമായ വംശത്തിൽ ജനിച്ച മഹദിയായ ആ സഹാബി വനിത ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം ആദ്യം സ്വീകരിച്ച മുഹാജിറുകളിൽ ഒന്നിലധികം ഹിജ്റ ചെയ്ത സഹാബിമാരിൽ അവർ ഉൾപ്പെട്ടിരുന്നു. ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ മക്കയിലെ മുശ്രിക്കുകളുടെ പ്രയാസങ്ങൾ കടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയത് പ്രകാരം ഉമ്മു സലമയും അവരുടെ ഭർത്താവ് അബൂ സലമയും റളിയല്ലാഹു അൻഹുമ ഹബശയിലേക്ക് അബ്സീനയിലേക്ക് ആദ്യത്തെ ഹിജ്റ പോവുകയുണ്ടായി. അവരുടെ ഭർത്താവ് അബൂ സലമ ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു അവരുടെ പിതൃ സഹോദരന്റെ മകനായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു. നമ്മുടെ നബിക്കും അബൂ സലമക്കും സുവൈബ എന്ന സ്ത്രീ മുലയൂട്ടിയിരുന്നു. അത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു അബൂ സലമ. അതുകൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപുത്രനുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയുടെ മകനുമായിരുന്നു അബൂ സലമ. അബൂ സലമയുടെ ഉമ്മ ബർറ ബിൻത് അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരിയാണ്. ഇങ്ങനെയെല്ലാം ശ്രേഷ്ഠതയുണ്ടായിരുന്ന ഒരാളായിരുന്നു അവരുടെ ഭർത്താവും അബൂ സലമയും. അങ്ങനെ ഉമ്മു സലമയും അബൂ സലമയും ഹബശയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. നോക്കൂ, അതിനുശേഷം ഹബശയിൽ അബിസീനയിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു വാർത്ത പരന്നിരുന്നു. യഥാർത്ഥത്തിൽ തെറ്റായ വാർത്തയായിരുന്നു. എന്താണത്? മക്കയിലെ മുശ്രിക്കുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അംഗീകരിച്ചു. അവർക്കെതിരിലുള്ള പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്നൊരു കള്ളവാർത്തയായിരുന്നു അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്ം പാരായണം ചെയ്തു. സൂറത്തുൻ നജ്മിലെ അവസാനത്തെ ആയത്ത് ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, അവനെ ഇബാദത്ത് ചെയ്യുക എന്ന ആയത്ത് കേട്ടപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം ഒരാളൊഴിച്ച് ബാക്കി മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും ഒക്കെ സുജൂദ് ചെയ്തു പോയി എന്നാണ്. ആ ആയത്തിന്റെ ഗംഭീരത്താൽ, അതിന്റെ സ്വാധീനത്താൽ അവരങ്ങ് ചെയ്തു പോയതാണ് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന കേട്ടപ്പോൾ. അതല്ലാതെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വാർത്ത ഹബശയിലെത്തിയപ്പോഴേക്ക് എന്തായി? മുശ്രിക്കുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്ന രൂപത്തിലാണ് അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ഇത് കേട്ട് അബ്സീനയിലെ മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് അവരിൽ പലരും തിരിച്ചു വന്നു. അക്കൂട്ടത്തിൽ ഉമ്മു സലമയും അബൂ സലമയും ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹുമാ വഅർദാഹ. എന്നാൽ മക്കയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, കേട്ടതുപോലെ അല്ല കാര്യം. കാര്യം നേരെ തിരിച്ചാണ്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മദീനയിലേക്കുള്ള ഹിജറക്ക് അനുവാദം ലഭിച്ചപ്പോൾ അവർ മദീനത്തേക്ക് ഹിജറക്ക് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹ ഒരൊട്ടകപ്പുറത്ത് ഉമ്മു സലമയും കുഞ്ഞുമകനായ സലമയെയും ഇരുത്തി മക്കയിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അതാ ഉമ്മു സലമയുടെ കുടുംബക്കാർ ബനുൽ മുഗീറ അവർ വന്നു. അവരവരെ തടസ്സം നിന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ സലമ, നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നത് ശരി, പക്ഷെ ഇവളെ ഞങ്ങൾ വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് ഉമ്മു സലമയെ അവർ പിടിച്ചു വച്ചു. അത് ആ സമയത്ത് ബനു അബ്ദുൽ അസദ് അഥവാ അബൂ സലമയുടെ പിതാവിൻ്റെ മറ്റുള്ള മക്കളും അവരുടെ ആ കുടുംബക്കാരുമൊക്കെ ഇത് കേട്ട് അങ്ങോട്ട് വരികയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ശരി, ഉമ്മു സലമയെ നിങ്ങൾ കൊണ്ടുപോകുമെങ്കിൽ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും, കാരണം പിതാവ് ഞങ്ങളുടെ കുടുംബക്കാരനാണ്. അങ്ങനെ അവിടെ ഈ രണ്ടു കൂട്ടരും ബനുൽ മുഗീറത്തും ബനു അബ്ദുൽ അസദും തമ്മിൽ പിടിവലി നടക്കുകയാണ്. മുസലമ റളിയല്ലാഹു അൻഹ പറയുന്നതായി ചരിത്രത്തിൽ കാണാം, അവർ പിടിച്ചു വലിച്ച് കുഞ്ഞിന്റെ കൈ അതിന്റെ തോളിൽ നിന്ന് ഊരിപ്പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വരികയാണ്. ഉമ്മു സലമ ഭർത്താവിനൊപ്പം പോകാൻ സാധിക്കാതെ കുടുംബത്തിൽ അവിടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കുഞ്ഞിനെ ഭർത്താവിന്റെ കുടുംബക്കാർ കൊണ്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവും കുഞ്ഞും വേർപിരിഞ്ഞ അവസ്ഥയിൽ മക്കയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. അവർ പറയുകയാണ്, ഒരു വർഷം, ഒരു കൊല്ലത്തോളം ഞാൻ അങ്ങനെ കഴിയേണ്ടി വന്നു. എല്ലാ ദിവസവും ഞാൻ അബുതഹ് എന്ന മക്കയിൽ ഒരു സ്ഥലത്തേക്ക് ചെല്ലും, വൈകുന്നേരം വരെ അവിടെ ഇരിക്കും, കരയും, തിരിച്ചു വരും. ഇങ്ങനെ ഒരു കൊല്ലം തുടർന്നു പോവുകയാണ്. അങ്ങനെ ഒടുവിൽ ഒരു വർഷമായപ്പോഴേക്ക് അവരുടെ പിതൃ സഹോദരങ്ങളുടെ മക്കളിൽ ഒരാൾ അവരെ കണ്ട് അയാൾക്കൊരു ഖേദം തോന്നി. അയാൾ ചെന്ന് ഉമ്മു സലമയുടെ കുടുംബക്കാരോട് പറഞ്ഞു, എത്ര കാലമായി ഈ മിസ്കീനത്തിനെ, ഈ സാധു സ്ത്രീയെ നിങ്ങളിങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നു, അതിൻ്റെ കുഞ്ഞ് അവരുടെ കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല, നിങ്ങൾക്കൊന്ന് വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ കലിവ് തോന്നി ഉമ്മു സലമയുടെ കുടുംബക്കാർ പറഞ്ഞു, നീ വേണമെങ്കിൽ മദീനയിലേക്ക് പോയിക്കോളൂ. ആ സമയത്ത് ബനു അബ്ദുൽ അസദ് കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുകൊടുക്കുകയാണ്. ഉമ്മു സലമ
റളിയല്ലാഹു അൻഹ തൻ്റെ പിഞ്ചു പൈതലിനെയും കൂട്ടി ഒരൊട്ടകപ്പുറത്ത് കയറി യാത്രയാവുകയാണ് മദീനയിലേക്ക്. അവരുടെ കൂടെ ഈ കുഞ്ഞല്ലാതെ മറ്റാരുമില്ല. അവർ പറയുകയാണ്, അല്ലാഹു അല്ലാതെ, പിന്നെ ഈ കുഞ്ഞുമകനല്ലാതെ എൻ്റെ കൂടെ മറ്റാരുമില്ല. അങ്ങനെ ഞാൻ പുറപ്പെട്ടു പോകുന്ന സമയത്ത് തൻഈമിൽ വെച്ച് അത് ഉസ്മാൻ ഇബ്നു തൽഹ എന്നു പേരുള്ള ബനൂ ശൈബ ഗോത്രക്കാരനായ ആളെ കാണുകയാണ്. ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം മുശ്രിക്കായിരുന്നു. ബനൂ ശൈബ ഗോത്രം എന്നാൽ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായ കുടുംബമാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കഅബയുടെ താക്കോൽ ഏൽപ്പിക്കുകയും നിങ്ങൾ ഇത് കൈവശം വെച്ചോളൂ, ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും ഒരക്രമിയല്ലാതെ നിങ്ങളിൽ നിന്ന് ഈ താക്കോൽ എടുത്തു നീക്കുകയില്ല, പിടിച്ചു വെക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. ഇന്നും ബനൂ ശൈബ ഗോത്രക്കാരുടെ കൈകളിലാണ് കഅബയുടെ വാതിലിന്റെ താക്കോൽ. നോക്കൂ, ആ കുടുംബത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു തൻഈമിൽ വെച്ച് ഉമ്മു സലമയെ കണ്ടിട്ട് പറഞ്ഞു, അബൂ ഉമയ്യയുടെ മകളെ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അവർ പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. ആരാണ് കൂടെയുള്ളത്? ആരും കൂടെയില്ല. ഉസ്മാൻ ഇബ്നു തൽഹ ഉമ്മു സലമയെ മദീനയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ സംഭവവും അതുപോലുള്ള മറ്റ് സംഭവവും തെളിയിക്കുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒറ്റയ്ക്കൊരു മഹറമില്ലാതെ ദീർഘയാത്ര പോവുക എന്നത് പാടില്ലാത്തതാണ്. ഒരു യാത്ര പോവുക എന്നത് പാടില്ലാത്തതാണ്. യാത്ര എന്ന് പറയാവുന്ന ദൂരം ഒരു പെണ്ണിന്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് മഹറമായ ഒരു പുരുഷനില്ലാതെ കൂടെ പോകാൻ പാടില്ല എന്നാണ്. മഹറമായ ഒരു പുരുഷൻ കൂടെ ഇല്ലാതെ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീ അവളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഹിജറ പോകേണ്ടി വന്നാൽ, അവളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നാൽ ഈ കാര്യത്തിൽ അവൾ കിളവുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ സംഭവം അതുപോലുള്ള മറ്റു പല സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം. നിങ്ങൾ നോക്കൂ, ദീനിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മളിവിടെ ചിന്തിക്കുക. നമ്മുടെ ദീൻ അതെത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. ഈ തൗഹീദിൽ, ഈ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന പാഠം അതിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഉമ്മു സലമ പറയുകയാണ്, ഉസ്മാൻ ഇബ്നു തൽഹ അദ്ദേഹം മദീനയിലെ എന്നെ കൊണ്ടാക്കി തന്നു. ഉസ്മാൻ ഇബ്നു തൽഹയെ പോലെ മാന്യനായ മറ്റൊരു മനുഷ്യനെ അറബികളിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം എന്താണ് ചെയ്യുക? യാത്രയിൽ അദ്ദേഹം ഒട്ടകത്തെ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ഇറങ്ങേണ്ട സ്ഥലമായാൽ ഇറങ്ങാൻ ഒരുക്കിക്കൊടുത്ത് അദ്ദേഹം ഒരു ഏതെങ്കിലും തണലിലേക്ക് മാറി നിൽക്കും. ഉമ്മു സലമയുടെ അരികിലേക്ക് വരികയില്ല. എന്നിട്ട് പിന്നെ പുറപ്പെട്ടു പോകാൻ സമയമായാൽ അദ്ദേഹം ഒട്ടകത്തെ ഒരുക്കി നിർത്തുകയും എന്നിട്ട് ഉമ്മു സലമയോട് കയറാൻ പറയുകയും എന്നിട്ട് അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നോക്കൂ, അദ്ദേഹം പോയി. അതുകൊണ്ട് ഉമ്മു സലമ പറഞ്ഞു, ഇതുപോലെ മാന്യനായ മറ്റൊരു മനുഷ്യനെ അറബികളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഓർക്കുക, ഉസ്മാൻ ഇബ്നു തൽഹ ആ സമയത്ത് മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം മുശ്രിക്കായിരുന്നു. അങ്ങനെ നോക്കൂ, മദീനയിൽ ഖുബാ മസ്ജിദിന്റെ അരികിൽ ബനു അംർ ഇബ്നു ഔഫ് താമസിക്കുന്ന ഖുബാ മസ്ജിദ് കാണുന്ന ദൂരത്തെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ ഉമ്മു സലമയോട് പറഞ്ഞു, ഇതാണ് നിന്റെ ഭർത്താവ് താമസിക്കുന്ന നാട്, അതുകൊണ്ട് ഫദ്ഖുലി അലാ ബറകത്തില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കയറിക്കോളൂ അങ്ങോട്ട്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടെ ഭർത്താവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എന്തായിരിക്കും ആ സമാഗമം, ആ സന്തോഷത്തിന്റെ കണ്ണീരിന് എന്തുമാത്രം മധുരമായിരിക്കും എന്നാലോചിച്ചു നോക്കൂ. ഒരു വർഷത്തെ വേർപാടിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ നോക്കൂ, മദീനയിൽ ഇസ്ലാമിന്റെ തണലിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂടെ, മറ്റുള്ളവരുടെ കൂടെ അവർ ജീവിതം ആരംഭിക്കുന്നു. എന്നാൽ അവരുടെ കുടുംബജീവിതം അത് അധികകാലം ഒരുമിച്ച് പോവുകയുണ്ടായില്ല. അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉഹുദിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉഹുദിലെ പരിക്ക് അത് കൂടി അദ്ദേഹത്തിന്റെ അവസ്ഥ, ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു. അബൂ സലമ ആ സമയത്ത് ദുആ ചെയ്തുവെന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം.
اللهم ارزق سلمة بعدي رجلا خيرا مني لا يحزنها ولا يؤذيها. അള്ളാഹുവെ സലമക്ക് എൻ്റെ കാലശേഷം എന്നെക്കാൾ നല്ല ഒരു ഭർത്താവിനെ നൽകണമേ, അവളെ വേദനിപ്പിക്കാത്ത, അവളെ സങ്കടപ്പെടുത്താത്ത ഒരു ഭർത്താവിനെ നൽകണമേ എന്ന് അബൂ സലമ ദുആ ചെയ്തുവെന്നാണ്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നു. തുറന്നിരിക്കുന്ന അബൂ സലമയുടെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിദ തബഅഹുൽ ബസർ. റൂഹ് പിടിക്കപ്പെട്ടാൽ കണ്ണുകൾ റൂഹിന്റെ പിന്നാലെ പോകും. അതുകൊണ്ടാണ് മരിച്ചവരുടെ കണ്ണിങ്ങനെ മിഴിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ അടച്ചു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ واغفر لنا وله يا رب العالمين وافصح له في قبره ونور له فيه. അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ അബൂ സലമയുടെ പദവി നീ ഉയർത്തി നൽകണമേ. നല്ല പിൻഗാമികളെ നീ അബൂ സലമക്ക് നൽകണമേ. ഞങ്ങൾക്കും അബൂ സലമക്കും നീ പുറത്തു കൊടുക്കണമേ. അബൂ സലമയുടെ ഖബർ റബ്ബേ നീ വിശാലമാക്കണമേ. ആ ഖബറിൽ നീ പ്രകാശം നിറയ്ക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. മയ്യിത്ത് സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കൽ സുന്നത്തായ ദുആആണ്. അല്ലാഹുമ്മ ഗ്ഫിർ എന്ന് പറഞ്ഞ ആളുടെ പേര് പറയുക. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. അബൂ സലമ മരണപ്പെട്ടു. നോക്കൂ, സലമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് ഓർക്കുകയാണ്. അബൂ സലമ നബിയിൽ നിന്ന് കേട്ടു പറഞ്ഞു തന്ന ഒരു ഹദീസ് എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു ആപത്തുണ്ടായാൽ, ഒരു നഷ്ടമുണ്ടായാൽ പ്രാർത്ഥിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജുർനി ഫി മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ എന്നാണ് ആ വാക്കിന് പറയുക. ഏറെ ശ്രേഷ്ഠമായ വാക്കാണ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസം ആ വാചകത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകിയ വാചകമാണത് എന്ന് പറഞ്ഞത് കാണാം. ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതിൻ്റെ കൂടെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ അജുർനി ഫി മുസീബതി, അല്ലാഹുവേ ഈ ആപത്തിൽ, ഈ നഷ്ടത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഈ നഷ്ടപ്പെട്ടതിന് നീ എനിക്ക് ഇതിനേക്കാൾ നല്ലത് പകരം നൽകണമേ. പരിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ താല്പര്യമാണ് ദുആയിലുള്ളത്. അല്ലാഹു പറഞ്ഞതുപോലെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞതുപോലെ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, ഒരൽപ്പം ഭയപ്പാട് നൽകിക്കൊണ്ട്, അതുപോലെ പട്ടിണി കൊണ്ട്, വിഭവങ്ങളിലും കൂടെയുള്ളവരിലുമുള്ള നഷ്ടം കൊണ്ട്, ആൾ നഷ്ടം കൊണ്ട്, അതുപോലെ വിഭവങ്ങളിലെ നഷ്ടം കൊണ്ട്. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും അവർക്കാണുള്ളത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവനാണ് സന്മാർഗം സിദ്ധിച്ച ആളുകൾ. ഈ പറഞ്ഞ ആയത്തിന്റെ താല്പര്യമാണ് ഈ ദുആ. ഇമാം ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞു, അതിവേഗം ഉത്തരം ലഭിക്കുന്ന ദുആയിലൊന്നാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക്. സഹോദര, നിനക്ക് ഏത് നഷ്ടമുണ്ടായാലും, എന്താപത്ത് ബാധിച്ചാലും പറയുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അല്ലാഹുവേ ഈ നഷ്ടത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് പകരം നൽകണമേ. സലമ ആ സമയത്തോർത്തു, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ ഇനി എനിക്ക് ആരെ കിട്ടാനാണ്? ഇസ്ലാമിൽ ആദ്യം ഹിജറ പോയ കുടുംബം അബൂ സലമയുടെ കുടുംബമാണ്. ഈ ത്യാഗങ്ങളെല്ലാം ഇസ്ലാമിനു വേണ്ടി സഹിച്ച ഇത്ര നല്ല ഭർത്താവ്
അബൂസലമയേക്കാൾ ഇനി ഏത് നല്ല ഭർത്താവിനെയാണ് എനിക്ക് ലഭിക്കുക? പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ആണല്ലോ. അതുകൊണ്ട് ഉമ്മു സലമ അത് പറഞ്ഞു. അവർ പറയുകയാണ്, ഫഅഖ്ലഫല്ലാഹു ലീ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എനിക്ക് അബൂസലമയ്ക്ക് ശേഷം ഭർത്താവായി നൽകിയത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമ്മു സലമയെ പിന്നെ വിവാഹം ചെയ്തത് അബൂസലമയേക്കാൾ ശ്രേഷ്ഠനായ, സർവ്വ മനുഷ്യരെക്കാളും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിമിൽ കാണാം, ഉമ്മു സലമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം ആലോചിച്ചുകൊണ്ട് ആളെ അയച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൈറത്തുള്ള ഒരു സ്ത്രീയാണ്, എനിക്ക് വേഗം ദേഷ്യം പിടിക്കും. ഗൈറത്ത് എന്ന വാക്ക് പ്രത്യേകിച്ച് ഭർത്താവിന് വേറെ ഭാര്യമാരുണ്ടായാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഷത്തിന് പറയുന്ന വാക്കാണ്. അതുള്ള സ്ത്രീയാണ് ഞാൻ. അതുപോലെ എനിക്ക് മക്കളുണ്ട്, എനിക്ക് പെൺമക്കളുണ്ട്, അവരുടെ ചെലവുകൾ വരും നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടിയായി പറഞ്ഞയച്ചു, അമ്മ ഇബ്നതുഹ ഫനദഉല്ലാഹ അൻ യുഗ്നിയഹ അൻഹ, മക്കളുണ്ട് എങ്കിൽ അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ളത് നൽകാൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. വഅദഉല്ലാഹ അൻ യുദ്ഹിബ ബിൽ ഗൈറ, ആ ദേഷ്യമുണ്ടല്ലോ അത് പോകാൻ, ആ മോശമായ അവസ്ഥ മാറാൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം ചെയ്തു. നോക്കൂ, ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന പദവിയിലേക്ക് ഈ ലോകത്തെയും പരലോകത്തെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളുടെ പദവിയിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ദീർഘകാലം ഉമ്മു സലമ ജീവിച്ചിരുന്നു. അല്ല, നബിയുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ഉമ്മു സലമയായിരുന്നു. അവർ മരണപ്പെട്ടത് ഹിജറ 59-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത അവരറിയുകയുണ്ടായി. അത് കേട്ടവർ ബോധരഹിതയായി വീണു. പിന്നെ അവർക്ക് പ്രയാസങ്ങളുണ്ടായി. അതിനുശേഷം അധികകാലം അവർ ജീവിച്ചത് തന്നെയില്ല. ഇങ്ങനെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്. സഹാബികളിൽപ്പെട്ട മക്കൾ അവർക്കുണ്ടായിരുന്നു. ഉമർ ബിൻ അബി സലമ, അതുപോലെ സലമ, സൈനബ് ബിൻത് അബി സലമ, ഇങ്ങനെ സഹാബിമാരായ മക്കൾ. അതുപോലെ ദുർറ എന്ന മറ്റൊരു സന്താനവും അവർക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നോക്കൂ പ്രിയ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. ഇവരാണ് നമ്മുടെ മുൻഗാമികൾ. എത്ര ത്യാഗം നിറഞ്ഞ ചരിത്രമാണ് അവരുടെ, എത്ര ക്ഷമ നിറഞ്ഞ ചരിത്രമാണ് അവരുടെ. ഒരു കവി മുമ്പ് പാടിയിട്ടുള്ളതുപോലെ, ഉലൈക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം ഇദാ ജമഅത്ഹും യാ ജരീറുൽ മജാമിഉ, അവരാണ് എൻ്റെ പൂർവ്വപിതാക്കൾ, അവരെ പോലുള്ളവരെ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? അവരുടെ ചരിത്രം സഹോദരങ്ങളെ ഹൃദയം കുളിർപ്പിക്കുന്ന, ഹൃദയം നന്നാക്കുന്ന, ദീനിൽ നമുക്ക് ആവേശവും താല്പര്യവും ഉണ്ടാക്കി തരുന്ന ചരിത്രമാണ്. കർർ അലയ്യ ഹദീസഹും യാ ഹാദി ഫഇന്ന ഹദീസഹും ഫഹദീസുഹും യജ്ലുൽ ഫുആദ അസ്സാദി. മറ്റൊരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, കർർ അലയ്യ ഹദീസഹും യാ ഹാദി, അവരുടെ ചരിത്രം ആവർത്തിച്ച് എന്നെ കേൾപ്പിക്കൂ. ഫഹദീസുഹും യജ്ലുൽ ഫുആദ അസ്സാദി, തുരുമ്പ് പിടിച്ച ഹൃദയങ്ങൾ അത് മിനുക്കി നന്നാക്കി നൽകുന്ന, ഹൃദയത്തിലെ കറകൾ നീക്കിക്കളയുന്ന ചരിത്രമാണ് അവരുടെ ചരിത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹാന്മാരായ മുൻഗാമികളുടെ, ആ മഹദികളായ മുൻഗാമികളുടെ ചരിത്രത്തിൽ, അവരുടെ പാതയിൽ എന്ന് ഉറച്ചു നിൽക്കാൻ, അതിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. സഹോദരങ്ങളെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഇക്കേട്ട ചരിത്രത്തിലെ ഗുണപാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം എന്നും ഓർക്കേണ്ട കാര്യങ്ങളും എത്രയെത്ര അധികമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സഹാബത്തിന്റെ ശ്രേഷ്ഠതയാണ്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണവർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായി നബിയുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമൊക്കെ നിന്ന് ഈ ദീനിനെ ശക്തിപ്പെടുത്തി, ഈ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച്, അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്ന സഹാബത്ത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന
മുഹാജിറുകളായ അൻസാറുകളായ സഹാബത്ത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അവരോടുള്ള സ്നേഹം ദീനാണ്. ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ. അവരോടുള്ള വെറുപ്പ് അത് കുഫറാണ്, അത് നിഫാഖാണ്. നോക്കൂ, അതുകൊണ്ട് ആലോചിച്ചു നോക്കുക, ആ സഹാബത്തിനെ ചീത്ത പറയുന്ന, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഷീഇകളും റാഫിദികളും എത്രമാത്രം പിഴച്ച വഴിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വെറുക്കുക, അള്ളാഹു നന്മക്ക് സാക്ഷ്യപത്രം നൽകിയവരെ വെറുക്കുക എന്നത് എത്ര മോശമായ കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ പ്രിയമുള്ളവരെ, ഈ കഥയിലെ പാഠമാണ് ദീനിനു വേണ്ടിയുള്ള ത്യാഗം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക എന്നത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, കേട്ടിരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷെ അത് മുന്നിലേക്ക് വന്നാൽ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ആ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? അൽഹംദുലില്ലാ, ഈ ദീൻ ഉപേക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞ് ഒരാളും നമ്മെ പീഡിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വാളോകുന്നില്ല, നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും നമ്മിൽ നിന്ന് വേർപെടുത്തുന്നില്ല. നമ്മൾ അമ്നിലാണ്, അമാനിലാണ്, നമ്മൾ നിർഭയത്വത്തിലാണ്, നമ്മൾ സമാധാനത്തിലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലാണ് മതിയാവുക? നോക്കൂ നിങ്ങൾ, നിർഭയത്വം നഷ്ടപ്പെട്ടാൽ അപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ദീനിന് എതിരാണ് എന്ന് നമുക്കറിയാവുന്ന നമ്മുടെ താല്പര്യങ്ങളുണ്ട്. ഹറാമുകൾ, ഹറാമായ സമ്പാദ്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ നമ്മുടെ ദീനിനെതിരാണത്. അതാകട്ടെ ഉപേക്ഷിച്ചാൽ അതിൻ്റെ നന്മ നമുക്ക് തന്നെയാണ്, ഈ ലോകത്തും പരലോകത്തും. എന്നിട്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത, ഈ ദീനിനെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ദീൻ പിന്നിലേക്ക് വലിച്ചെറിയുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബത്ത് എവിടെ നിൽക്കുന്നു? അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ പാതയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ അത് വിജയത്തിലേക്കുള്ള, അത് ഉന്നതിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഈ സഹാബത്തിന്റെ ചരിത്രം നോക്കൂ, അവർ ഈ സഹിച്ച ത്യാഗങ്ങൾ അതൊന്നുപോലും ഒരിക്കലും വെറുതെ അല്ല. അള്ളാഹു അവരുടെ നല്ല കീർത്തി ഇതാ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, 1000 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. മിമ്പറുകളിൽ അവരുടെ നാമങ്ങൾ അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള സ്നേഹം അത് നിറയുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, തർദിയത്ത് ചൊല്ലുന്നു, റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നോക്കൂ, ക്ഷമയുടെ അനന്തര ഫലങ്ങളുടെ ഭാഗമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂ ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവരെ നാം ഈ ദീനിൽ ആളുകളെ നമ്മുടെ കൽപ്പന അനുസരിച്ച് നയിക്കുന്ന നേതാക്കളാക്കിയിരിക്കുന്നു. ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോൾ, വകാനൂ ബിആയാതിനാ യുഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അവർ ഉറച്ചു വിശ്വസിച്ചത് കാരണത്താൽ. യഖീനും സബ്റും, ഉറച്ച വിശ്വാസവും ക്ഷമയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ. ക്ഷമയും അതുപോലെ ഉറച്ച വിശ്വാസവും കൊണ്ടാണ് ദീനിലെ ഇമാമത്ത്, ദീനിലെ നേതൃപദവി അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുക. അതുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുക, ക്ഷമിക്കുക. അള്ളാഹു പരീക്ഷിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ, നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ധാരാളം ഉപദ്രവകരമായ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. വഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ അത് ഖണ്ഡിതമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരെ മാതൃകയാക്കുക. പ്രിയമുള്ള സഹോദരിമാരെ, ഇതാ ഇവരാണ് നിങ്ങളുടെ മുൻഗാമികൾ, ഇവരാണ് നിങ്ങളുടെ മാതൃകകൾ. അതല്ലാതെ ഔറത്ത് പ്രദർശിപ്പിച്ച് നടക്കുന്ന, ആളുകൾക്ക് മുന്നിൽ കൊഞ്ചിക്കൊഴഞ്ഞ് നടക്കുന്ന സിനിമാ നടികളോ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലെ താരങ്ങളോ അവരൊന്നുമല്ല നിങ്ങളുടെ മാതൃക. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഈ സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് മുൻപേ ഈ വഴിയിലൂടെ, ഈമാനിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവർ, അവരാണ് നമ്മുടെ മാതൃക. നോക്കൂ, ഈ കഥയിലെ പാഠങ്ങളിലൊന്നാണ് ഉമ്മു സലമ പറഞ്ഞ ആ പാഠം. ഉസ്മാൻ ഇബ്നു തൽഹയെ പോലെ മാന്യനായ മറ്റൊരു മനുഷ്യനെ ഞാൻ അറബികളിൽ കണ്ടിട്ടില്ല. ജാഹിലിയത്തിൽ പോലും അവരിൽ പലർക്കും ഉണ്ടായ ഗുണങ്ങളിലൊന്നാണ് സ്ത്രീകളോടുള്ള മാന്യമായ പെരുമാറ്റം എന്നത്. ഉസ്മാൻ ഇബ്നു തൽഹ ആ ഒരു ആവശ്യഘട്ടത്തിൽ ഒരു സ്ത്രീയെ സഹായിക്കേണ്ടി വന്നപ്പോഴും
എത്രമാത്രം മാന്യമായിട്ടാണ് അവരോട് പെരുമാറിയത് എന്ന് നോക്കൂ. എത്രമാത്രം അകൽച്ച പാലിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ആ വാഹനപ്പുറത്ത് കയറാൻ സൗകര്യമൊരുക്കി കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നാലെല്ലാം ദൂരെ അദ്ദേഹം മാറി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ജാഹിലിയത്തിൽ പോലും ഉണ്ടായിരുന്ന ഈ മാന്യതയും ഈ പൗരുഷവും, ഈ യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്ന് എത്രയോ ആളുകളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരുടെ, നമ്മുടെ യുവാക്കളുടെ, അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും കഥ എന്താണ്? ഈ മാന്യത അവർക്കറിയില്ല. പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം വിറളി ബാധിച്ചതുപോലെ പെരുമാറുന്ന എത്രയോ പുരുഷന്മാരെന്ന് പറയുന്നവർ, അവരുടെ കണ്ണിൽ ഇതൊന്നുമല്ല മാന്യത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതാണ് മാന്യന്മാരുടെ രീതി. അല്ലാതെ ഒരു പെണ്ണിനെ അവളുമായി ഇടപെടേണ്ടതെങ്കിലും സാഹചര്യം വന്നാൽ വഷളം തമാശകൾ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ നോക്കുക, അവൾ ഇങ്ങോട്ട് കുറെ തമാശ പറഞ്ഞ് ഇവനെ ചിരിപ്പിക്കാൻ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കൊഴഞ്ഞ് വർത്തമാനം പറയുക, ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക. ഇതല്ല മാന്യത എന്ന് പറയുന്നത്. മാന്യത നോക്കൂ, അറബികൾ, ജാഹിലിയത്തിലെ അറബികൾ പാലിച്ച മര്യാദ പാലിക്കാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പാലിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ارحمنا برحمتك يا أرحم الراحمين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحمنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.